ഇത് ഞാൻ കണ്ടു പഠിച്ചതെന്ന് പറഞ്ഞ തിക്കുറിശ്ശേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. തിക്കുറിശ്ശേട്ടനായിരുന്നു ഞങ്ങളുടെ ഗുരു. ഈ തമാശയാണെങ്കിലും ശരി, സംസാരമാണെങ്കിലും ശരി, നെടുമുടി വേണുചേട്ടൻ, ഞാൻ, മോഹൻലാൽ, പ്രിയദർശൻ എല്ലാം ആ കാലഘട്ടത്തിൽ ഇതേ കണക്ക് ഒരു കസേരയിട്ട് തിക്കുറിശ്ശേട്ടൻ ഇരിക്കും, ഞങ്ങളൊക്കെ താഴെ ഇരിക്കും അല്ലെങ്കിൽ മാറിയിരിക്കും. ഇദ്ദേഹം നോൺ സ്റ്റോപ്പായിട്ട് കഴിഞ്ഞ തലമുറയിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ അനുഭവങ്ങളും നാടക അനുഭവങ്ങളൊക്കെ ഹിലേറിയസ് ആയിട്ട് നല്ല ഹ്യൂമർ കലർത്തി പറയുന്നത് കേട്ടാണ് നമ്മൾ വളർന്നത്. അപ്പം അത് ആ ഒരു ഇത് നമ്മളെന്തെങ്കിലും ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല തമാശയാണെങ്കിൽ നിർത്തട ഇവിടെ ഒരു പേനയും പേപ്പറും കൊണ്ട് ഇതൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ അത് എഴുതി വെക്കും. ആണോ പുള്ളി ഇത്രയും വലിയ മഹാമനുഷ്യൻ നമ്മൾ പറയുന്ന നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ ആ സമയത്ത്. ബാക്കിയുള്ളല്ലോ ഞാൻ പറഞ്ഞ പുള്ളി എഴുതി പോക്കറ്റിനകത്ത് വെക്കും. കാര്യം എവിടെയെങ്കിലും കാച്ചാടാ ഇത് കൊള്ളാം. ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്, ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത്, അത് ഭയങ്കരമായ. നമ്മളും ഇപ്പോഴും ഞാൻ നല്ല തമാശയാണെങ്കിൽ ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്യും. അത് പിന്നെ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഈ തമാശ ഓടത്തില്ല. അതിനും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്നൊരു സദസ്സിൽ വന്ന് അല്ലെങ്കിൽ ഒരു വേദിയിൽ വന്നിട്ട് ആദ്യത്തെ 2-3 മിനിറ്റിനകം നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ റെസ്പോൺസ് വെച്ചിട്ട് നമ്മളുടെ മനസ്സിലൊരു തിരുത്തുണ്ട്. ഇതിവിടെ വേണ്ട, ഇവിടെ ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ ഉൾട്ടടിച്ച് വേറെ സ്ഥലത്തോട്ട് മാറ്റണം. അതും വലിയ കഴിവാണ്. അതാണ് ചിലരൊക്കെ വന്നിട്ട് ചില സ്ഥലത്ത് നാറിപ്പോയി, ചീറ്റിപ്പോയി, അവിടെ ചെന്ന പുള്ളിയുടെ എല്ലാം പൊളിഞ്ഞു പോയെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതൊരു ഭയങ്കര ബ്രില്യൻസ് ആണത്. അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നമ്മൾ നേടിയെടുക്കുന്നത്, അല്ല തിയറി ഇല്ല.